മടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഓപ്പണായിട്ട് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ പറയൊന്നും വേണ്ട. ഓക്കെ, രഹസ്യമായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്നർത്ഥം. അപ്പോൾ നിങ്ങളോട് തീർച്ചയായിട്ടും നിങ്ങൾ ക്ലിനിക്കിൽ വരുമ്പോൾ നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു 10 ചോദ്യങ്ങൾക്ക് യെസ് ഓർനോ മറുപടി കിട്ടുമ്പോൾ നിങ്ങൾ ഏത് ദേഹപ്രകൃതിയാണെന്നും ഏതേത് ദോഷങ്ങൾ എന്തുമാത്രം വർദ്ധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നേ. എന്നിട്ട് അതിനനുസരിച്ച് വേണ്ടതായ ആഹാര രീതികൾ പറഞ്ഞു തരണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും ഇതൊക്കെ വർദ്ധിപ്പിക്കുന്ന തരം സംഗതികൾ കഴിച്ചുകൊണ്ടിരുന്ന വീണ്ടും കൂടും. അപ്പോൾ നിങ്ങൾ കുറേ കാലം കഴിയുമ്പോൾ എന്ത് പറയും, ഡോക്ടറെ മരുന്ന് കുറേ കഴിച്ചു, ഇപ്പോഴും ഒരു ഭേദമില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ രോഗ തീവ്രത കൂട്ടുന്ന തരം, അതായത് ഈ ദോഷദൃഷ്ടി വർദ്ധിപ്പിക്കുന്ന തരം ആഹാരങ്ങൾ പറഞ്ഞു തരണം. അത് ഒഴിവാക്കാനായിട്ട് പറയും. മനസ്സിലായി? അപ്പം നിങ്ങൾ പഥ്യാണ് എന്നൊക്കെ പറയും ചിലരൊക്കെ. പക്ഷേ ഒരുവിധം എല്ലാം നിരീക്ഷിച്ച് ഗവേഷിച്ച് മടുത്തവരാകുമ്പോൾ കൃത്യമായിട്ട് പാലിച്ചോളും, നല്ല റിസൾട്ടും കിട്ടും. ഓക്കെ, എനിക്ക് ഒരുപാട് പഴകിയവരെ ചികിത്സിക്കാൻ സുഖം. എന്താ വെച്ചാൽ നല്ല പക്വതയും പാതിയും വന്നിട്ടുണ്ടോ, പറഞ്ഞനുസരിക്കുന്ന അർത്ഥം. ഓക്കെ, അത്രേ വേണ്ടത്. നമുക്ക് ചോദിച്ചതിന് മറുപടി ഇങ്ങോട്ട് കിട്ടണം, അങ്ങോട്ട് പറയുന്ന അനുസരിക്കും ചെയ്താൽ നിങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടും ദൈവാനുഗ്രഹം കൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു രീതി പറഞ്ഞത് മാത്രം